ഹായ്, ഡോക്ടർ ഹഷ്കർ. തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഇഷാൻ മുഹമ്മദിന്റെ ഫാദറാണ്. ഞങ്ങൾ ലാസ്റ്റ് ഒരു വർഷമായിട്ടാണ് ലാസ്റ്റ് അക്കാഡമിക് ഇയറിലാണ് ഇപ്പം മോനെ അവിടെ ചേർത്തത്. ഞങ്ങൾ എബ്രോഡ് ആയിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എബ്രോഡ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പലരും ഒരു നല്ല സ്കൂളിനെ പറ്റി അന്വേഷിക്കുകയും പലരോടും അന്വേഷിച്ചിട്ടാണ്. അപ്പം അങ്ങനെ 2-3 സ്കൂളുകളിൽ ഡയറക്റ്റ് ഞാൻ വൈഫോടി പോയി ഡയറക്റ്റ് സംസാരിച്ചു. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അന്ന് തോന്നിയതും ടോട്ടൽ ഓവറോൾ എല്ലാം കൊണ്ടും ഫെസിലിറ്റീസ് കൊണ്ടും ക്ലാസ് റൂംസ് ആണെങ്കിലും ടീച്ചേഴ്സിന്റെ ഒരു ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് സെന്റ് തോമസ് തോന്നി അന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ശരിക്കും സെന്റ് തോമസിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് അപ്പം ഓൾറെഡി മോൻ ഒരു 7 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം എബ്രോഡിൽ നിന്ന് ഞങ്ങളിവിടെ വന്നിട്ട് പിന്നെ നെക്സ്റ്റ് കഴിഞ്ഞ ജൂണിൽ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 7 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അവിടെ മലയാളം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അബ്സല്യൂട്ട്ലി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പിന്നെ മലയാളത്തിന്റെ കാര്യം മാത്രം നമ്മൾ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞിരുന്നു. ഉടനെ തന്നെ ക്ലാസ് ടീച്ചർ അത് മലയാളം ടീച്ചറിനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം പുള്ളിക്കാരി എടുത്ത എഫേർട്ട് അബ്സല്യൂട്ട്ലി ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോന് നല്ല പോലെ മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഹൈലി അപ്രീഷിയബിൾ ആണ് മാഡം എടുത്തൊരു എഫേർട്ട്, എസ്പെഷ്യലി മലയാളം ടീച്ചർ എടുത്തൊരു എഫേർട്ട്. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് 1-2 ചെറിയ കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പം മാഡത്തോട് വൈകിട്ട് ഇൻഫോം ചെയ്തു. പിറ്റേന്ന് തന്നെ മാഡം അത് കറക്റ്റ് ചെയ്തു. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് 1 year യാതൊരു ബുദ്ധിമുട്ടും ഒരു കാര്യത്തിലും ഒന്നിലും ഉണ്ടായിട്ടില്ല. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മോന് പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഹീസ് ടോട്ടലി ഹാപ്പി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടോട്ടലി ഹാപ്പിയാണ്. അക്കാഡമിക്കലി അവന്റെ പെർഫോമൻസ് വളരെ ഇമ്പ്രൂവ് ആയി. ഓൾറെഡി നല്ലപോലെ തന്നെ ആയിരുന്നു പെർഫോമൻസ്. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ബാക്കായിട്ട് നിന്ന് ജസ്റ്റ് മലയാളം മാത്രമായിരുന്നു. അതിലും പിക്കപ്പ് ചെയ്ത ആൾ കയറി വന്നു. അപ്പം ടോട്ടലി ഇറ്റ് വാസ് ടോട്ടൽ നല്ല സപ്പോർട്ടായിരുന്നു അവന് മെന്റലി ആൻഡ് ആസ് വെൽ ആസ് പിന്നെ അക്കാഡമിക്കലി ആണെങ്കിലും എല്ലാം കൊണ്ടും ഞങ്ങളൊരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇനിയും പിന്നെ സെന്റ് തോമസിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് ഞങ്ങൾ. അതൊരു കഴിഞ്ഞ ഒരു 6 months എന്റെ പെർഫോമൻസ് വെച്ച് ഓൾറെഡി ഞങ്ങളത് തീരുമാനിച്ചായിരുന്നു. കാരണം വേണ്ട ഒരു കെയറും പിന്നെ എന്നാ കുഞ്ഞിനൊരു എക്സ്ട്രാ ടെൻഷനോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബർഡനോ കൊടുക്കാതെ നല്ല രീതിയിൽ അവർ കൊണ്ടുവന്നു. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ദി തോംസിയൻ ഫാമിലി ആൻഡ് ഫോർ ദി എസ്പെഷ്യലി ഫോർ ദി മാനേജ്മെന്റ് ആൻഡ് ദി ടീച്ചേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടലി ഹാപ്പിയാണ്. താങ്ക് യു വെരി മച്ച്.